മാത്രമല്ലെന്ന് എനിക്ക് പറയാനുള്ളത്, താങ്കളോട് പറയാനുള്ളത്, ഈ ചർച്ചയിലും പറയാനുള്ളത് അതാണ്. ഈ മാർച്ച് 5-നാണല്ലോ ഇത് നടക്കുന്നത്. അതിനുശേഷം അടുത്തൊരു കഥ വന്നിരുന്നു ഗോപീഷൻ. അത് അത്ര കണ്ട് അങ്ങോട്ട് ചർച്ചയായി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? മാർച്ച് 5 കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ മാസം 29-ന്, അതാണ് കേട്ടോ ആ ഡേറ്റിൻ്റെ പ്രത്യേകതയും കൊണ്ടുണ്ട്. ഈ ജൂൺ മാസം 29-ന് ഇ പി ജയരാജന് പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നു ജൂൺ 29-ന്. ആ ദിവസം ഇ പി ജയരാജൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ രാവിലെ ഏതാണ്ട് 11-11:30 മറ്റുമാണ് കൂടിക്കാഴ്ച. പക്ഷേ എന്തൊക്കെയോ അജ്ഞാതമായ കാരണങ്ങളാൽ, പുറത്തു വരാത്ത കാരണങ്ങളാൽ രാവിലെ 9 മണിയോടെ ഇ പി ജയരാജൻ്റെ മൊബൈൽ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. താമസിക്കുന്ന സ്ഥലത്തും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സ്ഥലത്തില്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിലും കിട്ടുന്നില്ല, മൊബൈലിലും കിട്ടുന്നില്ല. അങ്ങനെ സംഭവം ഉണ്ടായി. ആ കൂടിക്കാഴ്ച നടന്നില്ല. എവിടുന്നാണ് എനിക്ക് വിവരമെന്ന് ചോദിച്ചാൽ കേട്ടറിവാണേ. പക്ഷേ ആ ഡേറ്റൊക്കെ ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനൊരു ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് ജൂൺ 29-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശ്രീ ഇ പി ജയരാജന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയിരുന്നു. ആരൊരുക്കിയിരുന്നു? BJP നേതൃത്വം തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുക്കിയത്? ജാവദേക്കറുമായി മാർച്ച് 5-ന് കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇ പി അക്കാര്യത്തിൽ ഉറപ്പൊന്നും കൊടുത്തില്ലല്ലോ ജാവദേക്കർക്ക്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുമില്ല. എന്നാൽ ഇ പിയെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നേരിട്ട് BJP ദേശീയ നേതൃത്വം തന്നെയാണ് ഇടപെടേണ്ടത് എന്നുള്ള മെസ്സേജാണ് പോയത്. ആ മെസ്സേജിൻ്റെ ഭാഗമായിട്ടാണ് BJP ലീഡർഷിപ്പ് സംസാരിച്ചിട്ട് പ്രധാനമന്ത്രി തന്നെ സംസാരിക്കാം എന്ന് ദേശീയ തലത്തിലുള്ള BJP നേതാക്കളുമായും കേരളത്തിലെ ഏതാനും നേതാക്കളുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം അവിടെ ഉള്ള ഒരു തീയതി തന്നെ ജൂൺ 29 എന്നുള്ള തീയതി വെച്ചിട്ട് ആ തീയതിക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അന്ന് അവിടെ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടന്നില്ല. ഇതാണ് പുതിയൊരു കഥ വന്നിരിക്കുന്നത്. ആ കഥ പ്രചാരം കിട്ടിയിട്ടില്ല. എനിക്കിത് വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. പിന്നെ അത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ ഇത് പറയുന്നത്. എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഈ പ്ലോട്ടുകൾ? ഏത് സത്യമാണോന്ന് അല്ല, വിശ്വസനീയമായി താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞതും താങ്കൾ സ്ഥിരീകരിക്കുന്നതും എന്താണ്? അങ്ങനെ ഒരു പ്ലോട്ട് നടന്നിട്ടുണ്ടെന്നാണോ, അതോ അങ്ങനെ ഒരു കഥ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെന്നാണോ? അല്ല, കഥ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു പൊളിറ്റിക്കൽ പ്ലോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഇ പി ജയരാജന് പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം BJP നേതൃത്വത്തിന്റെ സഹായത്തോടെ നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് താങ്കൾ സ്ഥിരീകരിക്കുകയാണ്. ഞാൻ സ്ഥിരീകരിക്കുകയല്ല, ഒരിക്കലും എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ലല്ലോ ഗോപേഷ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വിശ്വസനീയമായി ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ 1-2 പേരുടെ ചോദിച്ചാണ് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് അവരും കേട്ടിട്ടുണ്ട്. അത് മഹാരാഷ്ട്ര ഗവർണർഷിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് പറയുന്ന BJP യുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ പോലും ഉണ്ട്.